Good afternoon, one and all. എല്ലാവർക്കും MSF ജാമിയ മില്ലിയ ഇസ്ലാമിയ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പസ് കോമ്പസ് എന്ന് പറയുന്ന ഓറിയന്റേഷൻ സീരീസിലേക്ക് സ്വാഗതം. MSF ജാമിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ആക്റ്റീവ് ആയിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ് MSFന്റെ അഡ്മിഷൻ കം അക്കോമഡേഷൻ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലുടനീളമുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിക്കൊണ്ട് വളരെ സജീവമായിക്കൊണ്ട് അഡ്മിഷൻ വിഷയങ്ങളിലും അതേപോലെ തന്നെ ഇവിടെ പരീക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാലൊക്കെ സജീവമായിക്കൊണ്ട് MSFന്റെ പ്രവർത്തകർ അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് നമ്മളുടെ ഈ ഓറിയന്റേഷൻ സീരീസ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സീരീസ് എന്താണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ തന്നുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ തന്നെ ARF റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ റാങ്കിങ്ങിൽ എന്താ പറയുക പൊസിഷൻ ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് MSF ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. 10-11 ഫാക്കൽറ്റികളിലായിക്കൊണ്ട് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസ്, നാച്ചുറൽ സയൻസസ്, അതേപോലെ തന്നെ ലോ, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 10-11ഓളം വരുന്ന ഡിഫറെൻറ്റ് ഫാക്കൽറ്റികളിലായിക്കൊണ്ട് 44ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ജാമ്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകൾ ജാമ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരുവിധം ട്രഡീഷണൽ ആയിക്കൊണ്ടും അതേപോലെ തന്നെ കുറച്ചും കൂടിയും മോഡേൺ ആയിക്കൊണ്ട് ഇന്റർ ഡിസിപ്ലിനറി, നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കോഴ്സുകളും സെന്ററുകളും ഒക്കെ ജാമ്യയിൽ അവൈലബിൾ ആണ്. ഈ രൂപത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കാനിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ജനറൽ ആയിക്കൊണ്ട് UG PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, നമ്മൾ പ്രധാനമായിക്കൊണ്ട് എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കാനിരിക്കുന്നത്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിക്കൊണ്ട് സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ UG കോഴ്സുകൾ, ഇതിലൂടെ തന്നെ CUET വഴി ജാമ്യം എടുക്കുന്ന കോഴ്സുകൾ, CUET വഴി ജാമ്യം എടുക്കുന്ന PG കോഴ്സുകൾ, ലോ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിക്കൊണ്ടുള്ള കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൂടി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ഈ ക്യാമ്പസ് കോമ്പസിന്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളും അതേപോലെ തന്നെ പോസ്റ്ററുകളും മറ്റുമൊക്കെ നിങ്ങളുടെ ആസ്പിറൻസ് ആയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ പേയ്മെന്റോ നിങ്ങൾ ഇതിനു വേണ്ടി നടത്തേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടും ഫ്രീ ആയിക്കൊണ്ടാണ് ഈ പ്രോഗ്രാമുകളൊക്കെ നടക്കാതിരിക്കുന്നത്. MSFന്റെ അഡ്മിഷൻ സർവീസുകളെല്ലാം, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും ഇതേപോലെ തന്നെയാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ മാക്സിമം ഇങ്ങനത്തെ മികച്ച കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത് നടക്കാതിരിക്കുന്നത്. ക്യാമ്പസ് കോമ്പസിനെ കുറിച്ചുകൊണ്ട് ഒരു ഇൻട്രോ എന്നതാണ്. നമുക്ക് ജാമ്യന്റെ കാര്യത്തിലേക്ക് കടക്കാം, ജാമ്യന്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്താൽ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു 5 യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നാമതായിക്കൊണ്ടാണ് നമുക്ക് MSF ജാമ്യ, അല്ലെങ്കിൽ സോറി, ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിനെ നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ എന്താണ് ഈ യൂണിവേഴ്സിറ്റിന്റെ ബാക്കിയുള്ള പ്രത്യേകതകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജാമിയ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ, MG പോലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലെ, കേരള യൂണിവേഴ്സിറ്റി പോലെയുള്ളതൊക്കെ. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നേരിട്ട് വരുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാം. ജാമ്യ അതുപോലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതോടൊപ്പം ജാമ്യ ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിം സ്റ്റുഡൻസിന് വേണ്ടിക്കൊണ്ട് കുറച്ചധികം റിസർവേഷനും കുറച്ചധികം പോളിസികളും മുസ്ലിം സ്റ്റുഡൻസിന് വേണ്ടിക്കൊണ്ടുള്ള ഒരു മുസ്ലിം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ജാമ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉണ്ട്. ഇതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കുറേ കോളേജുകൾ സിഖ് മൈനോറിറ്റി കോളേജുകളാണ്. അപ്പോൾ ഇതുപോലുള്ള മൈനോറിറ്റി കോളേജുകളിൽ പെട്ടിട്ടുള്ള, യൂണിവേഴ്സിറ്റികളിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിക്കൊണ്ട് ജാമ്യനെ പറ്റി പറയാനുള്ളത്. ജാമ്യയിലെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എത്ര ഫാക്കൽറ്റികളുണ്ട്, എത്ര സെന്ററുകളുണ്ട്, എത്ര കോഴ്സസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബ്രോഡായിട്ട് ഒരു ഐഡിയ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 11 ഫാക്കൽറ്റിയിലായിക്കൊണ്ട് 48ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48ഉം പറയാനുള്ള സമയമല്ല, ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ചെണ്ണം പറഞ്ഞുതരാം.
ബാക്കിയുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസസിൽ, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജുകളുണ്ട്. ചൈനീസ്, പോർച്ചുഗീസ്, ഉസ്ബക്ക്, പാഷ്തോ, അതേപോലെ തന്നെ അറബിക് പോലുള്ള, സംസ്കൃതം പോലുള്ള, പേർഷ്യൻ പോലുള്ള, ഉറുദു, ഹിന്ദി പോലുള്ള ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട്. കൊറിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, ഇതേപോലുള്ള ലാംഗ്വേജുകൾ ഇവിടെ അവൈലബിൾ. ഫ്രഞ്ച് അല്ല, സ്പാനിഷ്, ലാറ്റിൻ, ഇതേപോലുള്ള ഇത് അവൈലബിൾ ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി, സൈക്കോളജി, സോഷ്യോളജി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള, സോഷ്യൽ വർക്ക് പോലുള്ള, HRM പോലുള്ള, ഹോട്ടൽ മാനേജ്മെന്റ് പോലുള്ള, ട്രാവൽ ആൻഡ് ടൂറിസം പോലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി സയൻസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ തന്നെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജി പോലുള്ള, നാനോ ടെക്നോളജി പോലുള്ള, ബയോ ഇൻഫർമാറ്റിക്സ് പോലുള്ള, ബയോ സയൻസ് പോലുള്ള, എൻവയോൺമെന്റൽ സയൻസ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്താണ് നിങ്ങൾക്ക് ജാമ്യയിൽ അവൈലബിൾ ആണ്. ലോ ആണെങ്കിൽ LLB, LLM കോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സ്ട്രീമുകളിലേക്ക്, ബാക്കിയുള്ള ഏത് ഇന്റർ ഡിസിപ്ലിനറി ഇതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും എന്താണ് നിങ്ങൾക്ക് ഇവിടെ ജാമ്യയിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് ബ്രോഡ്ലി ഇതിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്താണ് സെന്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബ്രോഡാണ് അല്ലേ, വലിയ വലിയ അതിൻ്റെ അടിയിൽ പല പല കോഴ്സുകൾ വരും, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ MA സോഷ്യോളജി വരും, PUG സോഷ്യോളജി വരും, അതിൽ PhD വരും. ഇനി അതിൽ തന്നെയുള്ള ചിലപ്പോൾ PG ഡിപ്ലോമകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ഈ വലിയ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരും. സെന്റർ ആവുന്ന സമയത്ത് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആണ്. ഇപ്പോൾ ജാമ്യയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് സെന്ററുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സെന്റർ ഫോർ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് പോളിസി, സെന്റർ ഫോർ കമ്പാരിറ്റീവ് റിലീജിയൻ, സെന്റർ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതേപോലെ തന്നെ സെന്റർ ഫോർ വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റഡീസ്, സെന്റർ ഫോർ ഏരിയ സ്റ്റഡീസ്, ഇൻഡോ അറബ് കൾച്ചർ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെന്റേഴ്സും എന്താണ് ജാമ്യയിൽ അവൈലബിൾ ആണ്. ഇനി എത്ര ആൾക്കാർ ഇതിൽ സ്കൂൾസ് നോക്കുന്നുണ്ടെന്ന് അറിയില്ല. +1 +2 തൊട്ടിട്ടുള്ള ഹയർ സെക്കൻഡറി SSLC തൊട്ടിട്ടുള്ള സ്കൂളുകളും എന്താണ് ജാമ്യയിൽ അവൈലബിൾ ആണ്. അതിനും എന്തുണ്ട്, എൻട്രൻസുകളുണ്ട്. സോ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞതാണ്. പിന്നെ പ്രധാനമായിട്ട് ജാമ്യൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ സാധനം പറയുമ്പോൾ, ജാമ്യ ലൊക്കേറ്റ് ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹിൻ്റെ ഒഖില എന്ന് പറയുന്ന ഏരിയയിലാണ് ജാമ്യ ലൊക്കേറ്റ് ചെയ്യുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനും, ജാമിയ നഗർ എന്ന് പറയുന്ന വലിയൊരു ലൊക്കാലിറ്റിയിൽ ഒരു 10-200 ഏക്കറിന് മുകളിലുള്ള സ്ഥലത്ത് വിശാലമായിട്ട് റോഡിന്റെ, മൗലാന മുഹമ്മദ് അലി ജോഹർ മാർഗിന്റെ 2 സൈഡിലും ആയിക്കൊണ്ട് പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമ്യ എന്ന് പറയുന്നത്. വലിയൊരു സെൻട്രൽ ലൈബ്രറി ഫെസിലിറ്റിയും, അതേപോലെ തന്നെ ഒരുപാട് റീഡിംഗ് ഹാൾ ഫെസിലിറ്റികളും, അത്യാവശ്യം വിശാലമായിട്ടുള്ള സെൻട്രൽ ക്യാൻറ്റീൻ ഫെസിലിറ്റികളും, ലോണുകളും, വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. MAK പട്ടോടി എന്ന് പറയുന്ന, മൻസൂർ അലി ഖാൻ പട്ടോടി എന്ന് പറയുന്ന ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്ററിന്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയം ജാമ്യക്ക് അവൈലബിൾ ആണ്. സെവാഗിനെ പോലുള്ള, ഷാറുഖ് ഖാനെ പോലുള്ള ഒരുപാട് ആളുകൾ ജാമ്യയുടെ അലുമിനസ് ആണ്. ഒരു സെവാഗ് പവലിയനൊക്കെ ഉണ്ട് ജാമ്യന്റെ MAK പട്ടോടി സ്റ്റേഡിയത്തിന്. ഇതാണ് ജാമ്യന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബ്രോഡ്ലി പറയാനുള്ളത്. ഇനി വിദ്യാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു 20,000-ലധികം വിദ്യാർത്ഥികൾ വ്യത്യസ്ത കോഴ്സുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിക്കൊണ്ട് ജാമ്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിലൊരു 800-ലധികം ഫാക്കൽറ്റീസ് ഉണ്ട്. വലിയൊരു നമ്പർ ഓഫ് ഫോറിൻ സ്റ്റുഡൻസ് ജാമ്യയിൽ അവൈലബിൾ ആണ്. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റികളൊക്കെ ജാമ്യയിലുണ്ട്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, ജാമ്യയിൽ ഹോസ്റ്റൽ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ജാമ്യയിലുള്ള വിദ്യാർത്ഥികളിൽ ഒരു 20,000 വിദ്യാർത്ഥികൾ, 20,000+ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിലൊരു 30% വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയെ ജാമ്യയിൽ അവൈലബിൾ ഉള്ളത്. അഥവാ എല്ലാവർക്കും എന്ത് ചെയ്യൂല, ഹോസ്റ്റൽ ഫെസിലിറ്റി ലഭിക്കൂല എന്നർത്ഥം. അപ്പോൾ അതിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയറൊക്കെ എന്തുണ്ട്, നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടൂല. ബട്ട് സ്റ്റിൽ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിലും, പുറത്ത് നിങ്ങൾ റൂം റെൻ്റ് ഔട്ട് ചെയ്ത് എടുത്ത് നിൽക്കുകയാണെങ്കിലൊക്കെ ഏകദേശം ഒരേ ലിവിങ് കോസ്റ്റ് തന്നെയാണ് വരുന്നത്. കുറച്ച് റിസ്ക്കുകൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ബന്ധപ്പെട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് എന്തില്ലാവില്ല, പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. ആൻഡ് ജാമ്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ജാമ്യൻ്റെ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് കോച്ചിങ് അക്കാഡമി ഉണ്ട് ജാമ്യക്ക്. കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് എന്താ പറയുക, 1-ാം റാങ്കും 4-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ ആയതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രധാനപ്പെട്ട ക്രീം റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ജാമ്യക്ക് നല്ലൊരു റോൾ ഉണ്ട്. നിങ്ങൾക്ക് 2021 1-ാം റാങ്ക് ആയിരുന്ന ശ്രുതി ശർമ്മ, അതേപോലെ തന്നെ 2023 നൗഷീൻ റാങ്ക് 9 ആയിരുന്നു. ജുനൈദ് അഹമ്മദ് 2018 3-ാം റാങ്കുകാരായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ പ്രൊഡ്യൂസ് ചെയ്തതിൽ ജാമ്യൻ്റെ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമിക്ക് വലിയൊരു റോളുണ്ട്. സോ ഒരു ബ്രോഡ് ഇൻട്രൊഡക്ഷൻ തന്നതാണ് എന്താണ് ജാമ്യ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി എങ്ങനെയാണ് ജാമ്യയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം.
നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് ജാമ്യയിലുള്ളത് ഒരു 5 ടൈപ്പ് കോഴ്സുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഏറ്റവും താഴെയിലുള്ള ഞാൻ ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ കോഴ്സുകളാട്ടോ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. അതിൻ്റെ താഴെയുള്ള കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ അതിനനുസരിച്ചിട്ട് പറയാം. ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് പ്രധാനമായിട്ടും ജാമ്യയിൽ വരാൻ പറ്റുന്നത് 5 തരം കോഴ്സുകളിലേക്കാണ്. ഒന്നാമത്തത് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ 1 വർഷത്തെ കാലാവധിയുള്ള 2 സെമസ്റ്ററുകളായിക്കൊണ്ട് നടക്കുന്ന കോഴ്സുകൾ. പിന്നെ ഒന്നുള്ളത് 1 വർഷത്തെ കാലാവധി തന്നെയുള്ള അല്ലെങ്കിൽ ചിലത് 2 വർഷത്തെ കാലാവധിയുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ജാമ്യയിലുള്ളത്. ഇനി അതല്ലാത്ത മറ്റൊന്നെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് പിന്നീട് ജാമ്യയിലുള്ളത്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സുകളാണ് പിന്നെ ജാമ്യയിലുള്ളത്. ഇനി ഇതല്ലാതെ പിന്നെ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഗ്രി കോഴ്സുകളാണ്, നമ്മളൊക്കെ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രികൾ. അതോടൊപ്പം തന്നെ പിന്നെ PG കോഴ്സുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PhD കോഴ്സുകൾ എന്താണ് ജാമ്യയിൽ അവൈലബിൾ ആണ്. ഇതാണ് ജാമ്യയിലുള്ള ബ്രോഡ് ആയിക്കൊണ്ട് പറയുകയാണെങ്കിൽ ജാമ്യയിലെ പ്രധാനമായിട്ടുള്ള കോഴ്സുകൾ. ഇതിൽ ഈ പറയുന്ന കോഴ്സുകളിൽ സെലക്റ്റഡ് ആയിക്കൊണ്ടുള്ള കുറച്ച് കോഴ്സുകൾ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നത് CUET വഴിയാണ്. അഥവാ ജാമ്യയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വലിയൊരു നമ്പർ ഓഫ് കോഴ്സുകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാമ്യ CUET എന്ന് പറയുന്ന എൻട്രൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് MSFന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ ഒന്ന് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ധാരണ കിട്ടും ഏതൊക്കെ കോഴ്സുകളാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് MSFന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. പ്രധാനമായിട്ടും ഫോറിൻ ലാംഗ്വേജുകളാണ് ജാമ്യ CUET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്, NTA നടത്തുന്നത്. അതിൽ UG കോഴ്സുകളിൽ BA ടർക്കിഷ്, അതേപോലെ തന്നെ BA സാൻസ്ക്രിറ്റ്, BA ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോഫോൺ സ്റ്റഡീസ്, സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ്, ഹിന്ദി, ഉറുദു, കൊറിയൻ, പിന്നെ അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജാമ്യയിലെ ഒരു പ്രധാനപ്പെട്ട കോഴ്സും BSc മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോഴ്സും എന്താണ് ജാമ്യ ഈ പറയുന്ന CUET എൻട്രൻസ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് CUET എന്ന് പറയുന്ന പരീക്ഷയുടെ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അതിൽ പോവുക. അതിൽ നിങ്ങൾ ജാമ്യൻ്റെ ഈ ജസ്റ്റ് പ്രോസ്പെക്ടസിലൂടെ അങ്ങനെ പോയാൽ മനസ്സിലാവും. ഒരുവിധ എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾ എഴുതേണ്ടത് ജനറൽ ടെസ്റ്റ് ആണ്. മാത്സ് എന്നുള്ള കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈഡ് മാത്സ് എന്നുള്ള കോഴ്സിന് നിങ്ങൾക്ക് ജാമ്യയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, CUETയിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഡൊമൈൻ എഴുതിയിരിക്കണം. അതേപോലെ തന്നെ ഉറുദു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറുദു എന്ന് പറയുന്ന കോഴ്സ് എഴുതിയിരിക്കണം, ഡൊമൈൻ എഴുതിയിരിക്കണം. ഹിന്ദി കിട്ടണമെങ്കിൽ ഹിന്ദി എന്നുള്ള ഡൊമൈൻ എഴുതിയിരിക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് പ്രോസ്പെക്ടസിലൂടെ ഒന്നിങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. നിങ്ങൾ CUETയിൽ എന്ത് ചെയ്യുക, ആ ക്രൈറ്റീരിയ ആയിട്ടുള്ള ഡൊമൈൻ എഴുതുക, ജാമ്യൻ്റെ സൈറ്റിൽ നിങ്ങൾ അപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് CUET ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മെറിറ്റിനനുസരിച്ച് മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ഇതാണ് ജാമ്യയിലെ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ. ഇനി PGയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകൾ PG എന്താ പറയുക CUET വഴി കൊടുക്കുന്നുണ്ട്. MSc ഇലക്ട്രോണിക്സ്, MA സംസ്കൃതം, എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കമ്പാരിറ്റീവ് റിലീജിയൻ ആൻഡ് സിവിലൈസേഷൻ, അത് പുതിയ കോഴ്സാണ് ഇപ്പോൾ CUETയിലേക്ക് വന്നിട്ടുള്ള. കൊറിയൻ ലാംഗ്വേജ്, ടർക്കിഷ്, ഇറ്റാലിയൻ, റഷ്യൻ, ഇപ്പോൾ പിന്നെ ചൈനീസ്, കൊറിയൻ, പാഷ്തോ, അതേപോലെ തന്നെ ഉസ്ബക്ക്, ട്രാൻസ്ലേഷൻ്റെ 1-2 ഡിപ്ലോമ കോഴ്സുകൾ ഇതേപോലെ തന്നെ ഈ പറയുന്നതിലേക്ക് വന്നിട്ടുണ്ട്, എന്താ പറയുക CUET വഴി വന്നിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുവിധം എല്ലാത്തിനും എന്താ പറയുക ജനറൽ പേപ്പറുകൾ തന്നെയാണ് ആവശ്യം. എന്നാൽ കൊറിയൻ എന്നുള്ള ഡൊമൈൻ തന്നെ എഴുതണം. ഇലക്ട്രോണിക്സിന് ഫിസിക്സ് എന്നുള്ള ഡൊമൈൻ എഴുതിയിരിക്കണം. എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ്റെ പേപ്പർ പാറ്റേൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. MA കമ്പാരിറ്റീവ് റിലീജിയൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ഡൊമൈനോട് എഴുതിയിട്ട്. ഇത് ഞാൻ CUET വഴിയുള്ള ജാമ്യൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രോഡ് ആയിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാണ്. കൂടുതൽ അറിയേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ ചോദിക്കാം. ഞാൻ പ്രധാനമായിട്ടും ഇതിൽ ഈ സെഷനിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാമ്യൻ്റെ എൻട്രൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ജാമ്യ മില്ലിയ ഇസ്ലാമിയ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിധം എല്ലാ കോഴ്സുകളും, അത് UG ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, അഡ്വാൻസ് ഡിപ്ലോമ ആയിക്കോട്ടെ, ഇതിലേക്കെല്ലാം ഉള്ള അഡ്മിഷൻ നടക്കുന്നത് ജാമ്യൻ്റെ സ്വന്തം JMI എൻട്രൻസ് ടെസ്റ്റിലൂടെയാണ്. ഓക്കെ, ഈ JMI എൻട്രൻസ് ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്, അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് വരാം. നിങ്ങൾക്ക് ജാമ്യൻ്റെ എൻട്രൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാമ്യൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, admissions.jmi.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. നിങ്ങൾ ജസ്റ്റ് ആ വെബ്സൈറ്റിലൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള അപ്ഡേറ്റുകൾ, ലിങ്കുകൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെബ്സൈറ്റിൽ കാണാൻ കഴിയും. നിങ്ങൾ ജാമ്യ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊസ്പെക്ടസ് അവൈലബിൾ ആയിരിക്കും. ആ പ്രൊസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു വട്ടം കടന്നു പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി അതിന് ശേഷം വരുന്ന സമയത്ത്
ജാമ്യയിൽ ഒരു കോഴ്സിന് നമുക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാമ്യൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതണം. അതിൻ്റെ മുന്നോടി ആയിക്കൊണ്ടാണ് നമ്മൾ ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് 3 ഹെഡുകളാണ് കാണാൻ കഴിയുക, അല്ലെങ്കിൽ 3 എന്താ പറയുക ലിങ്കുകളാണ് നിങ്ങൾക്ക് അവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിയും. ഇതിൽ ഒന്നാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ അഡ്മിഷൻ ടു UG PG DIP ADP PGD CR ഫോർ സെഷൻ 2025-26 പറഞ്ഞിട്ടൊരു ഇത് കാണാൻ കഴിയും. ഒന്നാമത്തെ ലിങ്ക് അതെന്താ വെച്ചാൽ ജാമ്യയിലെ നോർമൽ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ജാമ്യൻ്റെ എൻട്രൻസ് വഴിയുള്ള കോഴ്സുകൾക്കുള്ള ലിങ്കാണത്. അതിൻ്റെ തൊട്ട് താഴത്തായിക്കൊണ്ട് ഫോർ അണ്ടർ CUET എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. താഴത്ത് BTech BArc കോഴ്സുകളിലേക്കുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് CUET വഴിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പ്രോസ്പെക്ടസ് നോക്കി ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് ഏത് ഹെഡിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കയറാം. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള രൂപത്തിലാണ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് വരിക, ആദ്യം നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ആപ്പിൽ കയറുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ആപ്പിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കുമല്ലോ അല്ലേ. നമ്മളുടെ ഒരു ഇമെയിലും ഫോൺ നമ്പറും നമ്മളെ ബേസിക് ആയിട്ടുള്ള പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ഈ രൂപത്തിൽ നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത നമ്മളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നമുക്കൊരു ആക്ടിവേഷൻ കോഡ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇമെയിലും വാലിഡ് ആയിട്ടുള്ള എന്താ പറയുക ആക്സസിബിൾ ആയിട്ടുള്ള നമ്മളുടെ അടുത്ത് തന്നെ ഉള്ളതാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറെ ആരുടെയെങ്കിലും ഒക്കെ അടുത്താണെങ്കിൽ മേ ബി OTP അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ലിങ്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മളെ കയ്യിലുള്ള ലിങ്കുകളായിരിക്കാം അക്കൗണ്ടുകളാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ നമ്മളുടെ മെയിൽ IDയിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരും. ആ ആക്ടിവേഷൻ കോഡ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ജാമ്യൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യാം, പ്രൊഫൈൽ എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ജാമ്യൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, അവിടെ നമ്മൾ കൊടുത്ത ലോഗിൻ ID അല്ലെങ്കിൽ ഇമെയിൽ ആൻഡ് പ്ലസ് പാസ്വേഡ് ഇത് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ കോഴ്സ് ഏതാണെന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ എന്താ പറയുക അപ്ലൈഡ് സൈക്കോളജി ആണെങ്കിൽ മാസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. ഈ കോഴ്സിൻ്റെ ഒക്കെ നേരെ ആയിക്കൊണ്ട് നിങ്ങൾക്കൊരു എന്താ ഒരു ജസ്റ്റ് ഒരു ഇത് കാണാൻ കഴിയും, നമ്മുടെ ഒരു കോഴ്സ് കോഡ് കാണാൻ കഴിയും. അപ്പോൾ ആ കോഴ്സ് കോഡ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇങ്ങനെ ആ കോഴ്സ് കോഡ് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ എന്ത് ഡോക്യുമെൻ്റാണ് വേണ്ടിയത് എന്നുള്ള അടുത്തൊരു ഡൗട്ട് അല്ലേ. ജാമ്യയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ 2-3 ഡോക്യുമെൻറ്റ്സ് മതി. ഒന്ന് നമ്മളുടെ ഇമെയിൽ ID പാസ്വേഡ് ഫോൺ നമ്പർ ഇതൊക്കെയാണ് ഒരു എന്താ നമ്മളെ കയ്യിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോഴ്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫ് നമ്മളെ സിഗ്നേച്ചറാണ്. അത് ഏറ്റവും ചെറിയ KB ജാമ്യ പറയുന്നത് 100 KB ആണ് മാക്സിമം ആയിക്കൊണ്ട് പറയുന്നത്. സിഗ്നേച്ചർ 100 KB ആണ് മാക്സിമം. അത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള. അപ്പോൾ ആ 2 ഫോർമാറ്റിലുള്ള നമ്മളുടെ ഒരു നല്ല ക്ലിയർ ഉള്ള ഒരു 80% ഓഫ് നമ്മുടെ ഫേസ് കാണുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സിഗ്നേച്ചറും എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് സിഗ്നേച്ചറൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര സൂം ഔട്ടായി പോയിട്ട് എന്താ പറയുക ഭയങ്കര ചെറിയ രൂപത്തിലുള്ള സിഗ്നേച്ചറൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് അഡ്മിഷൻ സമയത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതാൻ വേണ്ടി വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ലെജിബിൾ ആയ രൂപത്തിലുള്ള സിഗ്നേച്ചർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും ഡോക്യുമെൻ്റ് ആണ് പ്രൈമറി ആയിക്കൊണ്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ വേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ ചോദിക്കുക. നമ്മുടെ പേര്, നമ്മളെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, നമ്മളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. 10th +2 അതേപോലെ തന്നെ ഡിഗ്രി ആണെങ്കിൽ മാസ്റ്റേഴ്സിന് കൊടുക്കുന്നവരാണെങ്കിൽ ഡിഗ്രി. അതിൽ നമ്മൾ ഏതെങ്കിലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അവൈറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് അപേക്ഷിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ കയ്യിലുള്ള റിസൾട്ടിലുള്ള രൂപത്തിലുള്ള മാർക്കാവില്ല ചോദിക്കുക. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് ഗ്രേഡ് പോയിന്റ് ഏരിയയിൽ GPAയിലായിരിക്കും എന്ത് ചെയ്യുക സ്കോർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഔട്ട് ഓഫ് 10ൽ 9, 8.6, 8.34 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ചില ആൾക്കാർക്ക് ഗ്രേഡിലായിരിക്കും ഉണ്ടാവുക, ചില ആൾക്കാർക്ക് മാർക്കിലായിരിക്കും ഉണ്ടാവുക.
അപ്പം ഇത് ഏതോ ആയിക്കോട്ടെ, നമുക്ക് ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ ഓൺലൈനായിട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓൺലൈനായി കയറിയിട്ട് ഇന്ന ബോർഡിലെ പരീക്ഷയാണ് ഞാൻ എഴുതിയത്, അതിൻ്റെ ഗ്രേഡിനെ ഇതിലേക്ക് GPA കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓൺലൈൻ ആയിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഡിവിഷനും അതേപോലെയുള്ള പാർട്ടുകളൊക്കെ കൊടുത്തു പോവുക. റിസൾട്ട് അവൈറ്റഡ് ആണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ജാമ്യൻ്റെ റിസർവേഷൻ ആണ്. ജാമ്യയിലെ 50% സീറ്റുകളും, 40 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 20 സീറ്റുകളും ജാമ്യയിൽ റിസർവ്ഡ് സീറ്റുകളാണ് ഫോർ മുസ്ലിം കാറ്റഗറി. മുസ്ലിം കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 50%-ൽ 30% സീറ്റ് മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. അഥവാ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള, അല്ലെങ്കിൽ ജാമ്യൻ്റെ ഒരു റിസർവേഷൻ ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റിൽ പറയുന്ന ഒരു ഹെഡിൽ വരുന്ന ആളുകൾ, ഈ മുസ്ലിം ആളുകൾ കാസ്റ്റിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം റിലീജിയനിൽ പെട്ടിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ജാമ്യയിലെ 30% സീറ്റുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം അടുത്തൊരു 10% സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം വിമണിലുള്ളതാണ്. ഓക്കെ, അടുത്ത 10% മുസ്ലിം വിമണിനുള്ളതാണ്. അഥവാ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഉണ്ട്, മുസ്ലിം വിമണിനൊരു സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ പിന്നെ OBC, അതേപോലെ തന്നെ ST ഫ്രം ഹു ആർ മുസ്ലിം. ജാമ്യന്റെ ക്ലോസ് പ്രകാരം അങ്ങനെയാണ്. അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ST ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഹു ആർ മുസ്ലിംസ്. അപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള OBCs ആൻഡ് STസിനും എന്തുണ്ട്, ജാമ്യയിൽ റിസർവേഷൻ ഉണ്ട്. ഇതിന് പുറമെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള PWBD കാൻഡിഡേറ്റ്സിന് ഉള്ള ഇതുണ്ട്. അതേപോലെ തന്നെ ജമ്മു കാശ്മീർ മൈഗ്രൻസിന്, കാശ്മീരി മൈഗ്രൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറിക്ക് എന്തുണ്ട്, റിസർവേഷൻ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ ബാധിക്കുന്ന രൂപത്തിലുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ബാധിക്കുന്ന രൂപത്തിലുള്ള കാറ്റഗറീസ് മാത്രമാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. PWBD കാൻഡിഡേറ്റ്സ്, അതേപോലെ തന്നെ മുസ്ലിം വിമൺ, മുസ്ലിം OBC ST, അതേപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഒരുവിധം എല്ലാ നാട്ടിൽ നിന്ന് വരുന്ന മുസ്ലിം കാൻഡിഡേറ്റ്സിനും മുസ്ലിം എന്ന് പറയുന്ന റിസർവേഷൻ കൊടുക്കാവുന്നതാണ്. അതർ ബാക്ക്വേർഡ് നോൺ ക്രീമി ലെയർ ആയിട്ടുള്ള മുസ്ലിം സ്റ്റുഡൻസിന് എന്ത് ചെയ്യാവുന്നതാണ്, OBC മുസ്ലിം എന്നുള്ള കാറ്റഗറി കൊടുക്കാവുന്നതാണ്. പെൺകുട്ടികൾക്ക് മുസ്ലിം OBCയും മുസ്ലിമും അതേപോലെ തന്നെ മുസ്ലിം വിമണും, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും കൊടുക്കാം. എന്നാൽ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, ഒരു മുസ്ലിം വിമൺ കാൻഡിഡേറ്റ് മൂന്നിനും അവൈലബിൾ ആണ്, മൂന്നിനും എലിജിബിൾ ആണ് എന്നുള്ളതുകൊണ്ട് മൂന്നിലും ക്ലിക്ക് ചെയ്യാൻ പറ്റും, 3 റിസർവേഷനും അവൈൽ ചെയ്യാൻ പറ്റും എന്ന് എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. അങ്ങനെയല്ല, നിങ്ങൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യാന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ജാമ്യൻ്റെ JMI.COE എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒന്ന് കയറുക, അല്ലെങ്കിൽ ജാമ്യ അഡ്മിഷൻ റിസൾട്ടുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണി ഇതാണ്, ജാമ്യൻ്റെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് BA ഓണേഴ്സ് ഇംഗ്ലീഷ് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി മുസ്ലിം മുഴുവൻ ആണോ, മുസ്ലിം ആണോ, മുസ്ലിം OBC ആണോ കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ജസ്റ്റ് JMI റിസൾട്ട്സ് എന്ന് സെർച്ച് ചെയ്താൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജാമ്യൻ്റെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൻ്റെ ഡോക്യുമെന്റ്സ് ഇങ്ങനെ നോക്കി വെക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഏതിനാണ് നോക്കുക. ചിലപ്പോൾ ജനറൽ കാറ്റഗറിക്കാവും യൂഷ്വലി കട്ട് ഓഫ് കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു 60 മാർക്കാണ് ജനറലിന് വരുന്നത് എന്ന് വിചാരിക്കുക. ആ 60 മാർക്ക് ജനറലിന് മുസ്ലിം എന്ന കാറ്റഗറിക്ക് മേ ബി ഒരു 57.25 ആയിരിക്കും. മുസ്ലിം വിമണിന് മേ ബി 58.25 ആയിരിക്കും. മുസ്ലിം OBCക്ക് മേ ബി 59 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഉള്ളത് ഏതാണോ ആ കാറ്റഗറി എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനെ സഹായിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും കൂടി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നത്. ഇതാണ് ജാമ്യൻ്റെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ. ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് ജാമ്യക്ക്. അത് വ്യത്യസ്ത കോഴ്സുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീസാണ് ജാമ്യയിൽ വരുന്നത്. പ്രധാനമായിട്ടുള്ള ഒരുവിധ എല്ലാ കോഴ്സുകൾക്കും ഒരേ രൂപത്തിലാണ്. ഇപ്പോൾ ഒരു ഫീസ് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള കോഴ്സുകൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോഴ്സുകൾക്കും 700 രൂപയാണ്. MCRC മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ ഉണ്ട് ഇവിടെ. സെന്റർ ഫോർ മാനേജ്മെന്റ്, ഫിസിയോതെറാപ്പി, ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, ഡെന്റിസ്ട്രി, ലോ, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് 700 രൂപയാണ് ഫീ വരിക. ഒരു പേപ്പറിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി കൊണ്ട് അടുത്തൊരു പേപ്പറിന് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും 700 രൂപ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പോൾ ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കോഴ്സുകൾ, ഇപ്പോൾ സോഷ്യോളജി, സൈക്കോളജി, ജോഗ്രഫി കോമ്പിനേഷൻ ഉണ്ട് ജാമ്യയിൽ. ഈ 3 കോഴ്സുകൾക്കും ജാമ്യ ഒറ്റ എൻട്രൻസ് നടത്തുന്നത്. B55 എന്ന് പറഞ്ഞ ഒറ്റ എൻട്രൻസ്.
അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിനും BA മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന കോഴ്സിനും ജാമ്യ ഒറ്റ എൻട്രൻസ് ആണ് നടത്തുന്നത്. BBA BCom രണ്ട് കോഴ്സുകൾക്കും ജാമ്യ ഒറ്റ എൻട്രൻസ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കോഴ്സുകൾക്കുള്ള ഒറ്റ എൻട്രൻസ് നടക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ഒരു അപേക്ഷ ഇട്ടാൽ മതി. 3-ന് 3 ഇടണമെന്നില്ല, അല്ലെങ്കിൽ 2-ന് 2 ഇടണമെന്നില്ല. എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പർ കോഡുകളാണെന്നുണ്ടെങ്കിൽ, അതിനാണ് ഞാൻ പ്രൊസ്പെക്ടസ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പർ കോഡുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇടണം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇതാണ് അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങളിങ്ങനെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫർമേഷൻ വരും. ആൻഡ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് കയ്യിൽ വെക്കുക. നിങ്ങൾ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് അത് ആവശ്യം വരും. ആൻഡ് നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള കുറച്ച് റെഫറൻസുകൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ യൂസ് വരുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാർക്കുകളൊക്കെ നേരത്തെ പറഞ്ഞു, ഡിവിഷൻ്റെ കൺവേർഷൻ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. കാരണം ഇൻ കേസ് നമ്മളെ എൻട്രൻസിൻ്റെ സ്കോർ സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അഥവാ ഇപ്പോൾ 2-3 കുട്ടികൾക്ക് ഒരേ സ്കോർ വന്നാൽ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ജാമ്യ യൂസ് ചെയ്തതാണ് ഈ പറയുന്ന നമ്മളുടെ എൻട്രൻസിൻ്റെ നമ്മളുടെ 10th അല്ലെങ്കിൽ 12th നമ്മളുടെ ക്വാളിഫയിങ് എക്സാമിനേഷനിലെ മാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അത്ര കെയർലെസ് ആയിക്കൊണ്ട് എൻട്രൻസ് വഴിയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, കെയർലെസ് ആയിക്കൊണ്ട് ചെയ്യരുത് കേട്ടോ. ഇത് UG PG എല്ലാ കോഴ്സുകൾക്കും ഇത് തന്നെയാണ് പ്രൊസീജിയർ, ഇത് ശ്രദ്ധിക്കുക. ഇനി ചില കോഴ്സുകൾക്ക് ജാമ്യ എന്തുണ്ട്, മൾട്ടിപ്പിൾ ലെവൽ ഉണ്ട്. ഇപ്പോൾ MA സോഷ്യൽ വർക്ക്, MA HRM, MBA പോലുള്ള കോഴ്സുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സുകൾക്ക് എന്തുണ്ട്, ഇപ്പോൾ MA സോഷ്യോളജി പോലുള്ള കോഴ്സുകൾക്കൊക്കെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എൻട്രൻസ് ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ടൈപ്പ് പരീക്ഷ എഴുതണം. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. ഈ ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇങ്ങനെ പല പല ലെവലിലായിക്കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുക, ചില കോഴ്സുകൾക്കുള്ള എൻട്രൻസ് നടക്കുക. അപ്പോൾ നിങ്ങൾ പ്രൊസ്പെക്ടസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതൊക്കെ കോഴ്സുകളാണുള്ളത്. ഞാൻ ഓരോന്നിൻ്റെയും പറയാൻ കഴിഞ്ഞാൽ ഒരു കുറേ 48 ഡിപ്പാർട്ട്മെൻറ്റത്തെ ഒരു 100 കണക്കിന് കോഴ്സുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാതും പറയുന്നില്ല. 280ഓളം കോഴ്സുകൾ ജാമ്യയിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം സൂചിപ്പിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. പ്ലസ് ഈ പറയുന്ന കമ്പോണൻറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എലിജിബിൾ ആവണം. അതിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെലക്റ്റഡ് ആവുക. നിങ്ങളിങ്ങനെ ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയറിന് ശേഷമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഞങ്ങൾ പരീക്ഷ നടക്കുക, ഞങ്ങളുടെ എന്നാണ്, എവിടെ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അടുത്ത ഡൗട്ടുകളിൽ. അതേപോലെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുതരാം. ജാമ്യൻ്റെ ബേസിക് ആയിക്കൊണ്ട്, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ജാമ്യ എൻട്രൻസ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും, CUT വഴിയുള്ളതല്ല, BTech BArc പോലുള്ള JEE NEET വഴി അല്ലെങ്കിൽ NAT വഴി എടുക്കുന്ന കോഴ്സുകളുടെതല്ല ഞാൻ പറയുന്നത്. ജാമ്യ എൻട്രൻസ് വഴി ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ജാമ്യ സെൻറ്റർ അനുവദിച്ചിട്ടുള്ളത് ഡൽഹിയിൽ മാത്രമാണ്. ഓക്കെ, ഇത് ഒരു ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. എല്ലാ കോഴ്സുകൾക്കും ജാമ്യൻ്റെ സെൻറ്റർ ഡൽഹിയിൽ മാത്രമാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണുള്ളത്. എന്നാൽ ചില സെലക്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് പ്രോസ്പെക്ടസിലൂടെ ഒന്ന് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആ കോഴ്സുകൾ എന്നുള്ളത്. പ്രധാനമായിട്ട് അതിൽ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് MA ഇംഗ്ലീഷ്, അതേപോലെ തന്നെ MA സോഷ്യൽ വർക്ക്, MCA, MBA, B.Ed, BA ഹിസ്റ്ററി, BA അറബിക്, അതേപോലെ തന്നെ MA HRM, സൈക്കോളജി, ബയോടെക്നോളജി, MTechലുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. BBA BCom, അതേപോലെ തന്നെ MA ഹിസ്റ്ററി, BA LLB, BSc കെമിസ്ട്രി, BA എക്കോണമിക്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊസ്പെക്ടസിൽ പോയാൽ ടേബിൾ 2-ൽ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെയാണ് അത് എന്നുള്ളത്. ഇങ്ങനത്തെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 10-25 കോഴ്സുകൾക്ക് ജാമ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹിക്ക് പുറത്ത് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നുണ്ട്, സെൻറ്റർ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി സെൻറ്ററിനെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ബേസിക്കലി ജാമ്യ എൻട്രൻസ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഡൽഹിയിൽ മാത്രമാണ് സെൻറ്റർ ഉള്ളത്. എന്നാൽ ചില സെലക്റ്റഡ് കോഴ്സുകൾക്ക് ജാമ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹിക്ക് പുറത്തും സെൻറ്റർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിക്ക് പുറത്ത് എവിടേക്കാണ് സെൻറ്റർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് അല്ലേ. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കാലിക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമുക്ക് തിരുവനന്തപുരത്ത് സെൻറ്റർ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഈ വർഷം നമ്മളുടെ ആ സെൻറ്റർ ഫെസിലിറ്റി എടുത്ത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ MSFും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭാ MP അഡ്വക്കേറ്റ് RS ബീരാനും ഒക്കെ കൃത്യമായി ഇടപെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സെൻറ്റർ നമുക്ക് റെയിൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാലിക്കറ്റിൽ കോഴിക്കോട് ജില്ലയിൽ എന്തുണ്ടാകും, ജാമ്യൻ്റെ എൻട്രൻസ് എഴുതാനുള്ള ഒരു പരീക്ഷാ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. എന്നാൽ എല്ലാ കോഴ്സുകൾക്കും അല്ല, ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 10-25 കോഴ്സുകൾക്ക് മാത്രം.
ഓക്കെ. സോ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ സെന്റർ ചോയ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാലിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ കഴിയുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നവർ, നാട്ടിൽ നിന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നവർ കാലിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതാണ് സെന്ററിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ പരീക്ഷന്റെ ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രൊസ്പെക്ടസിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസ്പെക്ടസിന് 2 പാർട്ട് ഉണ്ടാവും. ഒന്നാമത്തെ പാർട്ട് എൻട്രൻസിന്റെ എക്സാം ഷെഡ്യൂളാണ്. അത് നിങ്ങളെ ഓരോ എൻട്രൻസും ഏതാണ് കോഴ്സ് കോഡ് ഏതാണ്, അതിന്റെ എൻട്രൻസിന്റെ ഡേറ്റ് എന്നാണ്, കൃത്യ സമയം എപ്പോഴാണ്. ഇപ്പോൾ MA അറബിക്കിന്റെ പരീക്ഷ നടക്കുന്നത് 26/4 അഥവാ ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 26 രാവിലെ 10 മണി ടു 11:30 വരെയിലാണ് എന്ത് ചെയ്യുന്നത്, MA അറബിക്കിന്റെ പരീക്ഷ നടക്കുന്നത്. അതേപോലെ MA ഇസ്ലാമിക് സ്റ്റഡീസ് നടക്കുന്നത് 27-ാം തീയതി 2:30 ടു 4:30 വരെയുള്ള. അപ്പം ഇങ്ങനെ നിങ്ങൾ ഇതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിലൂടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുക എന്നുള്ളത്. അതിന്റെ താഴെ തന്നെ അതിന്റെ എലിജിബിലിറ്റി സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലൂടെ പോയാൽ വേറൊരു ഡീറ്റെയിൽസും കൂടി, വേറൊരു ടേബിളും കൂടി കിട്ടും നിങ്ങളുടെ കോഴ്സിനെ പറ്റി കുറച്ചും കൂടി പറഞ്ഞു തരുന്നത്. കോഴ്സ് എത്ര സെമസ്റ്റർ ആണ്, കോഴ്സിന്റെ ഫീ എത്രയാണ്, 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാൻ പറ്റുമോ, ഇയർലി ഫീ ആണോ, പ്രാക്ടിക്കൽസ് ഉണ്ടോ, അല്ലെങ്കിൽ ലാബ് ഉണ്ടോ, ലാബ് ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് ഫീ ഉണ്ടോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് വേറൊരു ടേബിളും കൂടി എന്താണ് പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാകാവുന്ന സംഭവമുള്ളൂ. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് പ്രോസ്പെക്ടസിലൂടെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കിയാലുള്ളൂ നമുക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MSFന്റെ ഗ്രൂപ്പുകളിലോ MSFന്റെ ഹെൽപ്പ് ഡെസ്കിലോ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതാണ് എൻട്രൻസിന്റെ ഒരു ഷെഡ്യൂൾ പറയാനുള്ളത്. നിങ്ങളുടെ എൻട്രൻസിന്റെ ഒരു കുറച്ച് ദിവസം മുൻപായിക്കൊണ്ട് ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരു 10 ദിവസം മുൻപോ ഒക്കെ ആയിക്കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ അഡ്മിറ്റ് കാർഡിൽ കോഴിക്കോട് എവിടെയാണ് സെന്റർ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അല്ലേ നമുക്ക്. ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്തായിരിക്കും അറിയാൻ കഴിയുക കേട്ടോ. ഒരു 10 ദിവസം മുൻപ് എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഇമെയിലും നമ്മളൊരു പാസ്വേഡും വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പറഞ്ഞ സെന്ററിൽ പോയിട്ട് പരീക്ഷ എഴുതാം. റിസൾട്ട് ഒരു 20 ടു 25 ദിവസത്തിനുള്ളിൽ വരും എന്നാണ് ജാമ്യ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല. 1 മാസം 1.5 മാസമൊക്കെ സമയം എടുക്കാറുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് പരീക്ഷൻ്റെ. ഇനി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, സിലബസ് എവിടെ നിന്ന് കിട്ടുക, എന്തൊക്കെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതിൽ നമുക്ക് ചെയ്യാനുള്ളത്, സിലബസ് നിങ്ങൾക്ക് ജാമ്യൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് JMI എൻട്രൻസ് ടെസ്റ്റ് സിലബസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു തരാണെങ്കിൽ ജാമ്യൻ്റെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ വെബ്സൈറ്റിൽ കയറുക. JMICOE.in എന്ന് പറയുന്ന .ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾക്ക് സൈഡിലായിക്കൊണ്ട് എൻട്രൻസ് ടെസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ താഴെ ഭാഗത്ത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏതാണ്, മാസ്റ്റേഴ്സ് ആണോ, PG ഡിപ്ലോമ ആണോ, അതല്ല സർട്ടിഫിക്കറ്റ് ആണോ, UG ആണോ, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. കോഴ്സ് സെലക്ട് ചെയ്യുക, ക്യാപ്ഷ അടിക്കുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. മിക്കവാറും സിലബസുകളൊക്കെ കുറച്ച് പഴയതായിരിക്കും. ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, 2019 21-ലേതാണല്ലോ, 18-ലേതാണല്ലോ, 16-ലേതാണല്ലോ എന്നൊക്കെ. ആ സിലബസ് തന്നെയാണ് ജാമ്യ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യ അത് അറിയിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇതൊക്കെ ഞാൻ തരുന്ന ഉറപ്പായിട്ട് നിങ്ങൾ അന്ന് വിചാരിക്കരുത്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഓഫ് കോഴ്സ് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും റിസൾട്ടുകൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അറിയിക്കാനൊക്കെ ജാമ്യ വൈകാറുണ്ട്. ചിലപ്പോഴൊക്കെ തലേ ദിവസമൊക്കെ എൻട്രൻസിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസമൊക്കെ റിസൾട്ട് മാറ്റിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ. ചിലപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് മാറി വിവരം അറിഞ്ഞതുണ്ട്, പാറ്റേൺ മാറിയത് അറിഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു വെക്കാം. ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നേരിടാൻ കഴിയുന്ന രൂപത്തിലൊക്കെ നമുക്ക് നേരിടാം. MSF ഒന്നും അതിൽ ന്യായമായിട്ടുള്ള എന്താ ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികളുടെ കൂടെ, ആസ്പിറൻസിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് MSF ജാമ്യൻ്റെ സൈഡിൽ നിന്ന്, പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉറപ്പ് തരാണ്. ആൻഡ് മറ്റൊരു കാര്യം നമുക്കുള്ളത്, പരീക്ഷൻ്റെ സ്ട്രക്ചർ എന്താണ്, ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില പരീക്ഷകൾക്കൊക്കെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷനും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഭൂരിഭാഗം പരീക്ഷകൾക്കും ഉള്ളത് റിട്ടൺ എക്സാം ആണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അറിയാലോ MCQ എങ്ങനെയാണ് വരിക എന്നുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, ബബ്ലിംഗ് ആണ് ജാമ്യ കാര്യമായിട്ട്. പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് ജാമ്യൻ്റെ പരീക്ഷ നടക്കുന്നത്.
ജാമ്യൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഏതെങ്കിലും ടെസ്റ്റ് എന്താ പറയുക കോച്ചിങ് എടുക്കണോ അതല്ല സെൽഫ് സ്റ്റഡി മതിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എബിലിറ്റിക്കും ഓരോരുത്തരുടെ ഒരു ടൈം മാനേജ്മെൻറ്റിനും ഓരോരുത്തരുടെ അവസ്ഥക്കും അനുസരിച്ചിട്ടാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. ഒറ്റയ്ക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജാമ്യക്ക് നേടിയിട്ടുണ്ട്. ഒരു കോച്ചിങ് എടുക്കുക എന്നുള്ളത് എന്തല്ല ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് MSFന് കാര്യമായിട്ട് പറഞ്ഞു തരാനുള്ളത്. എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജാമ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് SSFJMI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ജാമ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ അവൈലബിൾ ആണ്. സിലബസ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ ഒരു സിസ്റ്റർ കോഴ്സിൻ്റെയും കൂടി, നിങ്ങളുടെ കോഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു കോഴ്സിൻ്റെയും കൂടി എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം മെൻ്റൽ എബിലിറ്റി, ജനറൽ അവെയർനെസ്, അതേപോലെ തന്നെ GK, പിന്നെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പോലുള്ള സാധനങ്ങൾ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ പോളിസീസ്, ഇങ്ങനെയുള്ള കുറേ സ്റ്റാറ്റിക് GK, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റു പല പേപ്പറുകളിൽ നിന്നുള്ളതും സ്വിച്ച് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത വർഷം വേറെ വിഷയങ്ങളിലേക്കൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ജാമ്യൻ്റെ എൻട്രൻസിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജാമ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 30-40% മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. GK, ന്യൂസ് പേപ്പർ റീഡിങ് സംഭവങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കോഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. സിലബസിനെ കുറിച്ചിട്ട് ഒരു ധാരണ ചെറുങ്ങനൊന്ന് നോക്കി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ വലിയ ബ്രോഡർ ആയിട്ടുള്ള സാധനമായിരിക്കും പറയാം. ജനറൽ അവെയർനെസ്, ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിലബസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പിൻ പോയിന്റ് ചെയ്യാൻ കഴിയില്ല ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അതിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് എന്ത് ചെയ്തത് പറഞ്ഞത്. സെൽഫ് സ്റ്റഡി നടത്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. എന്നാലും കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നത് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് എൻട്രൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, ഇത്രയാണ് ജാമ്യയിലെ എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി റിസൾട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ നമ്മളുടെ എൻട്രൻസുകൾക്ക് ശേഷം അല്ലെങ്കിൽ പരീക്ഷേൻ്റെ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് സൂചിപ്പിച്ചിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏകദേശം ഒരു 40 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. ബോറടിപ്പിച്ചിട്ടില്ല, കൺഫ്യൂസ്ഡ് ആക്കിയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തൽക്കാലം എൻഡ് ചെയ്യാണ്. ഇനി ബാക്കി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.